Yes. ഹലോ കൂട്ടുകാരെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മളതിനെ പീൽ ചെയ്ത് എടുക്കുക. നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഏലക്കപ്പൊടി, പഞ്ചസാര, 1 കിലോ ക്യാരറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യ്, ഒരു 200 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ല ചെറിയ ഇതിൽ നോക്കി വേണം നമുക്കത് ഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു കനത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഒത്തിരി കനം കൂടാൻ പാടില്ല. അപ്പം നല്ലോണം ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം പഞ്ചസാരയും ഉണ്ട്, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു. അപ്പം നെയ്യ് നമുക്ക് ആവശ്യം അനുസരിച്ച് ഒഴിച്ചാൽ മതി. അപ്പം നെയ്യ് ആദ്യം ചൂടാക്കി അതിനകത്ത് നമുക്ക് കിസ്മിസ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്ത് കോരി മാറ്റി വയ്ക്കണം ആദ്യമേ. അപ്പോൾ ഒത്തിരി അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മളത് കോരി മാറ്റി വയ്ക്കുക. കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ടോട്ട് വേണം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമ്മൾ അതിനകത്തോട്ടിടുക. ക്യാരറ്റ് ഇട്ട് കാരണം വെച്ചാൽ അത് നമ്മൾ ആ നെയ്യിൽ തന്നെ കിടന്നത് വേവണം. വേറെ നമ്മൾ വെള്ളമോ ഒന്നും ഒഴിക്കില്ല, കാരണം നമുക്ക് ആവശ്യമാണെങ്കിൽ നെയ്യ് കുറച്ച് എക്സ്ട്രാ ചേർക്കാം. ഇടയ്ക്ക് നമ്മുടെ ഗ്യാസ് തീർന്നതുകൊണ്ട് ചെറിയൊരു, അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവമാകുമ്പോൾ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചേക്കുന്ന പഞ്ചസാര നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയും നെയ്യും എല്ലാം കൂടി ഈ ചൂടാകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഉരുകി തുടങ്ങും. ഈ പഞ്ചസാര ഉരുകി ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു തിക്നെസ് ഉണ്ടാവും. ആ ക്യാരറ്റ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പഞ്ചസാരയും നെയ്യും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി വേവും ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ വന്നു തുടങ്ങി. ആ പഞ്ചസാര കിടന്ന് എന്നാലേ ഒരു ഗമ്മി ആവത്തുള്ളൂ, ഒരു തിക്നെസ് വരണമല്ലോ. ഈ ഒരു പരുവമാവണം. നമ്മൾ സ്പൂണ് വെച്ച് നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ ആ ഒരു പരുവത്തിൽ വരണം. അപ്പം നമുക്ക് ഇതിന് ശേഷം ഏകദേശം പരുവായി എല്ലാം റെഡിയായി വരുന്നു. അതിനുശേഷം നമ്മുടെ പൊടിച്ച ഏലക്ക നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഗ്ലാസ് പാത്രത്തിലാകുമ്പോൾ നമുക്ക് തിരിച്ച് തട്ടുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതിൽ വരും. അല്ലെങ്കിൽ നമ്മൾ അലുമിനിയമോ സ്റ്റീലിലോ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ പുരട്ടിയിട്ട് അതിനകത്തോട്ട് വേണം നമ്മളിങ്ങനെ ആക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതൊരു പരീക്ഷണമാണ്. നമ്മളിതിപ്പോൾ തിരിച്ച് ഇറങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളത് കാരണം നമ്മൾ ഇനി ലാസ്റ്റ് അറിയാം. ഇത് വീഡിയോ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമ്മൾ അതിനകത്തുള്ള ഇതെല്ലാം ചെറിയൊരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് നമ്മളിതിനകത്ത് അതുപോലെ എല്ലാം ക്ലീനാക്കി അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം മോൾ ഭാഗം നല്ലോണം നമ്മൾ പരത്തി കൊടുക്കുക. പരത്തി നല്ല പ്രസ് ചെയ്ത് പരത്തുക. അതാകുമ്പോഴത്തേക്ക് നമ്മൾ അടിഭാഗത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടേക്കുവാണല്ലോ, അപ്പോൾ അതോടെ നല്ലോണം പരത്തി കൊടുക്കുക. നമുക്ക് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് അമ്മ സുമ്മാവ തട്ടമ്മ തട്ട് നല്ല അതന്നെ. ഇത് ബർത്ത്ഡേ കേക്കൊന്നും അല്ല, എന്നാലും വളരെ സ്പെഷ്യലായിട്ട് ഞങ്ങളെല്ലാവരുടെയും സന്തോഷം. കൊള്ളാമോ? കേക്ക് കഴിച്ചോക്ക്. കേക്കല്ല, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കട്ട് ചെയ്യുന്നത് നമ്മളിവിടെ ആദ്യമായിട്ടായിരിക്കും. കഴിച്ചോക്ക് അമ്മ, കഴിച്ചോക്ക്. എങ്ങനെയുണ്ട് അമ്മ? കഴിച്ചോക്ക്. എടി ഗൗരി, എങ്ങനെയുണ്ട്? പറ,
ആ നഗ്ന സത്യം പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്റെ മോൻ ഉണ്ടാക്കിയ ക്യാരറ്റ് ഹലുവ. അവക്ക് ഇത് കടിയടി ഇച്ചിരി കഴിച്ചോട് കൊടുക്കുമ്പോ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ വേണം പറയാൻ. ഗൗരി എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യമായിട്ട് വെച്ചാ അടിപൊളിയാ. ഓക്കെ അപ്പോൾ ഓക്കെ ബൈ. അവ കൊടു ഗൗരിക്കും കുറച്ച്. യെസ് ഒരുമിച്ച് പറ. എന്റെ മോന്റെ നമ്മുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ ബൈ.